ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം പ്രത്യാശ നിറഞ്ഞതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുക. എന്നാൽ അതേ ക്രിസ്തീയ ജീവിതം തന്നെ 10 മഹാമാരികളിലൂടെ തൻ്റെ ജനത്തെ വിടുവിച്ച് ഇപ്പുറത്തോട്ട് കടത്തി കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ 40 വർഷത്തെ പ്രതികൂലങ്ങളിലൂടെ ദൈവജനത്തെ നടത്തിയത് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായി ഇന്ന് നമ്മൾ നടക്കുന്ന ഈ കാലഘട്ടം ഏകദേശം ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ഇസ്രായേൽ മരുഭൂമിയിലായിരുന്നു 40 വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ വന്നപ്പോൾ അവരെടുത്ത പ്രാക്ടിക്കൽ സൈഡുകൾ, ആ പ്രാക്ടിക്കൽ സൈഡുകളിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് പലപ്പോഴും ഈ വിഷയങ്ങൾ നമ്മൾ പാഠമാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗ വിഷയങ്ങളിലോ നമ്മുടെ ചിന്തകളിലോ പലപ്പോഴും ഇങ്ങനെ ഇസ്രായേലിനോ ദൈവജനത്തിനോ സംഭവിച്ചത് നമുക്ക് പാഠമാകുന്നില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ പലരുടെയും അനുഭവങ്ങളാണ് നമുക്കുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി, എൻ്റെ ഇപ്പുറത്തിരുന്ന അവൾ IELTS പഠിക്കാനിരുന്നപ്പോൾ അതിനോടൊപ്പം തന്നെ അവൾ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുത്തു. അവൾ പഠിക്കാതെ തന്നെ അവൾ രക്ഷപ്പെട്ടു. അവൾ ഗൾഫിലെത്തി, അല്ലെങ്കിൽ യൂറോപ്പിലെത്തി, അയർലൻഡിലെത്തി, കാനഡയിലെത്തി. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളൂ. എന്നാൽ ഞാനും പോയി അത് ചെയ്തേക്കാം. എന്നാൽ അതിൽ തെറ്റുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, കുറവുകളുണ്ടോ, പ്രതികൂലങ്ങളുണ്ടോ? അത് യേശുവിൻ്റെ വിശുദ്ധ ബലിക്ക് എതിരല്ലേ ആ ഉടമ്പടി എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല, ബോധ്യവുമില്ല. പകരം എൻ്റെ ചുറ്റുപാടുകളിലെ ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതേക്കുറിച്ച് മാത്രം ബോധ്യം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചുറ്റുപാട്. എങ്ങനെയെങ്കിലും എനിക്ക് നന്മകൾ ഉണ്ടാകണം, എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ നടക്കണം, അതെങ്ങനെ തന്നെയായാലും. ഈ മരുഭൂമിയിലെ യാത്രയിൽ ഇസ്രായേൽ ജനത്തിനും പ്രദർശനങ്ങൾ, ഈ മരുഭൂമിയിലെ യാത്രയിൽ 40 വർഷക്കാലത്തെ മരുഭൂമി യാത്രയിൽ, അതായത് നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, ദാഹമുള്ള അവസ്ഥകളുണ്ട്, വിശപ്പുണ്ടാകുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും നീ പിറുപിറുക്കുകയല്ല, ദൈവസന്നിധിയിൽ നീ ചോദിച്ചാൽ നിനക്ക് മറുപടിയുണ്ട് എന്നുള്ളത് കർത്താവ് വ്യക്തമായിട്ട് കാണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൽ പാറയിൽ നിന്ന് ജലം വരുന്നതിനെ കുറിച്ച് പറയുന്ന ഇതേ കാര്യം തന്നെ. ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിവയായി യാത്ര ചെയ്ത് റഫീദീമിലെത്തി. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു? ഇന്ന് നമ്മുടെ അവസ്ഥ അതാ. നമുക്ക് ജലമില്ലാത്തൊരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിനോ ദൈവദാസന്മാർക്കോ അല്ലെങ്കിൽ ദൈവിക സംവിധാനങ്ങൾക്കോ എതിരെ തിരിയുക. ദൈവം വെച്ച കാര്യങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് മനുഷ്യൻ പറഞ്ഞ ഏതെങ്കിലും ഒന്നിൻ്റെ പിന്നാലെ നമ്മൾ ഓടി നടക്കുക. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, അതിനും യാതൊരു താല്പര്യമില്ല. അവിടെ കാണുന്നത് അവർക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്ത് ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട്, നീ ജനത്തിൻ്റെ മുൻപേ പോവുക, നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടി കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുൻപ് ഞാൻ ഹോറോബിൽ പാറമേൽ ഞാൻ നിൽക്കും, നീ ആ പാറമേൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്നും ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. നീ പിറുപിറുക്കേണ്ട കാര്യമില്ല, ഒച്ചയുണ്ടാക്കേണ്ട കാര്യമില്ല. നിന്റെ ജീവൻ്റെ ജലം ഞാനാണ്. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു. തിരുനാൾ ദിവസം യേശു വളരെ വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. ജീവൻ്റെ ജലം ഞാനാണ്. ആ ക്രിസ്തുവിൽ നിന്ന് ജീവൻ്റെ ജലം സ്വീകരിക്കാതെ, യേശുവിൽ നിന്ന് നമ്മുടെ ദാഹത്തിന് ശമനിയായി ക്രിസ്തുവാകുന്ന ജലം സ്വീകരിക്കാതെ, അവൻ നമുക്ക് വേണ്ടി പിളർക്കപ്പെടുന്ന പാറയാണെന്നൊരു ബോധ്യമോ ചിന്തയോ ഇല്ലാതെ, ഏത് തകർക്കപ്പെടാത്ത പാറയെയും എനിക്ക് വേണ്ടി ക്രിസ്തു പിളർത്തു തരുമെന്ന് ബോധ്യമില്ലാതെ മറ്റു പലതിലേക്ക് നമ്മുടെ ആശ്രയം വെച്ച് പോകുന്നു. ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ നിന്നും മറ്റു പലതിലേക്ക് നമ്മുടെ ആശ്രയത്തെ കടന്നു പോകുന്ന എത്രത്തോളം വിരോധാഭാസമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പറയുന്നു, യേശു ക്രിസ്തു എന്നോട് ചെയ്ത ഉടമ്പടിയാണ്, പുതിയ ഉടമ്പടിയാണ്, ആ ഉടമ്പടിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ഉടമ്പടി വിശുദ്ധ കുർബാനയാണ്, അന്ത്യത്താഴ ബലിയാണ്, അതാണ് ശ്രേഷ്ഠമായി കരുതേണ്ടത്, അതിനപ്പുറത്തോട്ട് മറ്റൊരു ഉടമ്പടി ഇല്ല. ഇതെല്ലാം നമ്മൾ പറയുന്നു, പ്രബോധനം നടത്തുമ്പോൾ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യ കുർബാന സ്വീകരണം വളരെ മേന്മയോടെ, വളരെ ശ്രേഷ്ഠതയോടെ നടത്തുന്നു. അതാണല്ലോ ക്രിസ്തീയ സമൂഹം. കൊച്ചിന് തിരിച്ചറിവായി കഴിയുമ്പോൾ 6ഓ 7ഓ ക്ലാസ്സിലേക്ക് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ 5-ൽ നിന്നും 6-ലേക്കോ, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 10 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ യേശു ആരാണെന്നും അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും, നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറ ക്രിസ്തുവാണെന്നും, യേശു നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിക്കപ്പെട്ടവനാണെന്നും, അവൻ സ്ഥാപിച്ച ഉടമ്പടി ജീവൻ്റെ ജലത്തെ നൽകുന്ന, ജീവൻ്റെ ഉറവയാകുന്ന ക്രിസ്തുവിൽ നിന്നും അവൻ്റെ ശരീരരക്തങ്ങളെ നമുക്ക് നൽകുന്ന ആ പുതിയ ഉടമ്പടിയാണ് ഈ അന്ത്യത്താഴ ബലി, അവൻ്റെ ഓർമ്മയാചരണം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കും, ദിവസങ്ങളോളം എടുത്ത് പഠിപ്പിക്കും.
ഈ പഠനം നടത്തുകയും ഈ പ്രബോധനം നടത്തുകയും ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തെ അവഹേളിക്കുന്ന മറ്റുടമ്പടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ യേശുവിൻ്റെ ഉടമ്പടി യഥാർത്ഥത്തിൽ നമ്മൾ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്, അതിനെ പരിഗണിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ ഇസ്രായേൽ ജനം ചെയ്തത്. ആർത്തിരമ്പുന്ന കടലിനെ ഒരു വടികൊണ്ട് മോശയുടെ ദൈവം മാറ്റി രണ്ടായി പിളർത്തി ജലത്തിൻ്റെ നടുവിലൂടെ തൻ്റെ ജനത്തെ കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ആ ദൈവത്തിന് നിനക്കൊരല്പം ജലം തരാൻ കഴിയാതെ അത്രത്തോളം കഴിവില്ലാത്തവനാണോ നിൻ്റെ ദൈവം? യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ, എനിക്ക് വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് വേണ്ടി ബലിയായി മാറ്റിയ യേശുവിനെ അവൻ്റെ ഉടമ്പടിക്ക് എനിക്ക് തരാൻ പറ്റാത്ത എന്ത് അനുഗ്രഹമുള്ളത്? എനിക്ക് തരാൻ പറ്റാത്ത എന്ത് അനുഗ്രഹമാണ് നീ പോയിട്ട് മാതാവെന്ന് ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട VP അച്ഛൻ പറയുകയും അദ്ദേഹത്തിനുണ്ടായ ബോധ്യമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കൃപാസനത്തിലെ ആ മാതാവിനോട് അല്ലെങ്കിൽ മാതാവെന്ന് പറയപ്പെടുന്ന ആ വിഗ്രഹത്തോട് പോയി ഉടമ്പടി ചെയ്താൽ നിനക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശുവിൻ്റെ ക്രൂശിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും കിട്ടുമോ? യേശുവിൻ്റെ കാൽവരിയിൽ നിന്ന് ലഭിക്കാത്ത എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമോ? അങ്ങനെ ലഭിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇസ്രായേൽ ജനം ചെയ്ത അതേ നടപടി തന്നെയാണ്. ചെങ്കടലിനെ പിളർത്തിയ ദൈവത്തിന് എനിക്കൊരല്പം ജലം തരാൻ കഴിയില്ല എന്ന ചിന്താഗതിയിലൂടെ മോശയ്ക്കെതിരെ പെറുപിറുത്ത അതേ പെറുപിറുപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആണ് ഹെബ്രായ ലേഖനം 10:29 നമ്മളോട് ചെയ്യുന്നത്. ഈ പറയുന്ന ജീവന്റെ ഉടമ്പടിയെ തിരസ്കരിക്കുന്നവന് നൽകപ്പെടുന്ന ശിക്ഷാവിധി എത്രത്തോളം വലുതായിരിക്കും, എത്രത്തോളം വലിയ ന്യായവിധിയായിരിക്കും നടക്കുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ 10 മഹാമാരികളെ ഇപ്പുറത്ത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളുടെ ആ തലത്തിൽ പോലും അത് സ്വീകരിക്കാതിരുന്ന ദൈവജനത്തിനെതിരെയുള്ള 10 ന്യായവിധികളെയാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, ജലം ലഭിക്കാതെ വന്നപ്പോൾ പെറുപെറുത്ത ജനത്തെ കണ്ടു. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഉണ്ട്, പക്ഷെ എന്നാലും കൃപയിലേക്ക് വരുന്ന കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഒറ്റയടിക്ക് ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ നടക്കുന്നില്ല എന്നുള്ളത്. ദൈവം അവർക്ക് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ജലം കൊടുത്തു. 2 മന്നയാകുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. 3 ഇതാ പിളർക്കപ്പെട്ട പാറയെ കാണിച്ചു കൊടുത്തു. ഈ 3 പ്രാവശ്യവും ശിക്ഷാവിധിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ അടുത്ത സന്ദർഭം മുതൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വരുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ കാണും. ഈ 3 സിറ്റുവേഷനും അവനുള്ള സൂചനകളെയാണ് നൽകുന്നത്. ദൈവജനം ഇങ്ങനെ പോയാൽ ശിക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമായ ബോധ്യം നൽകേണ്ടതിന് ഈ 3-ാം പ്രാവശ്യവും പാറയിലെ ജലത്തെ കൊടുക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. പെറുപിറുത്തിട്ടും ആ പെറുപിറുപ്പിന് മറുപടിയായി കർത്താവ് പിളർക്കപ്പെട്ട പാറയായി മാറിക്കൊണ്ട് അവർക്ക് വേണ്ട ജലം ആ സ്ഥലത്ത് നിന്ന് റഫീദീമിൽ കൃത്യമായി ദൈവം കൊടുത്തു എന്ന് ഹോറേബിലെ പാറമേൽ ദൈവം തന്നെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നിന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി അടിവാങ്ങി, അവൻ നമുക്ക് വേണ്ടി പീഡനങ്ങളേറ്റു, അവൻ നമുക്ക് വേണ്ടി അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. അവൻ്റെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം അവനെ പ്രഹരിച്ചു എന്ന് നാം കരുതി, എന്നാൽ നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങളും നമ്മുടെ എല്ലാം ചുമന്ന് നമ്മെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ ദൈവം അത്രയും വലിയ പ്രവൃത്തി ചെയ്തിട്ടും യേശു നമ്മളോടൊരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചിട്ടും ആ ഉടമ്പടിയെ അതിലംഘിച്ചുകൊണ്ട് മറ്റു പലതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുവെങ്കിൽ ദൈവജനം ഇത് അപകടമാണ്, ഇത് വലിയ അപകടമാണ്. ഇത് ന്യായവിധിക്ക് അർഹമാകേണ്ട അപകടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് എന്നൊരു ബോധ്യം നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ കലഹിച്ചതുകൊണ്ട് മോശ ആ സ്ഥലത്തെ മാസ എന്നും മെറിബ എന്നും പേരിട്ടു. അതായത് പ്രത്യാശയില്ലാത്ത ദൈവത്തിനെതിരെ കലഹിക്കുന്ന, ദൈവത്തിനെതിരെ നിരന്തരം കലഹങ്ങൾ കൊണ്ടുവരുന്ന ഈ ജനത്തെ മോശ പേരിടുകയാണ് മാസ എന്നും മെറിബ എന്നും. ഈ 2 പേര് നമുക്കവിടെ നൽകുന്നതായിട്ട് മോശ ചെയ്യുന്നത് കാണാം. തൊട്ടടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, അമലേക്കർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. കാരണം ദൈവത്തിൻ്റെ ഒരു ന്യായവിധി അവിടെ വരികയാണ്. എന്നാൽ അവിടെയും ദൈവം പ്രവർത്തിക്കുക. ദൈവം മോശയോട് പറഞ്ഞു, കഴിവുള്ളവരെ നീ തിരഞ്ഞെടുക്കണം, നീ വടിയെടുത്തുകൊണ്ട് മലമുകളിൽ കയറണം, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങൾ ജയിക്കുമെന്നാൽ നിന്റെ കരം എപ്പോൾ താഴെ വീഴുന്നു, എപ്പോൾ തളരുന്നു, അപ്പോൾ ഇസ്രായേൽ തോൽക്കും. കാരണം 3-ാമത്തെ മർദ്ദലിപ്പിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി നിനക്കൊരു ശിക്ഷയും ഒരു ന്യായവിധിയും ഉണ്ട്, ഒരു പ്രതികൂലമുണ്ട്. എന്നാൽ ആ പ്രതികൂലത്തിൽ പോലും സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് കാണാൻ പറ്റും.
മോശയിലൂടെ ഈ അമലേക്കരിൽ നിന്നുള്ള പ്രതികൂലത്തെ മാറ്റുന്നൊരു ദൈവത്തെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളെയും അല്ലെങ്കിൽ ഈ ദൈവജനത്തിന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും മാറ്റാൻ കഴിവുള്ള ദൈവമാണെന്ന് വ്യക്തമായി നമ്മുടെ മുൻപിൽ ഈ ദൈവം തെളിയിക്കുന്നു. നമുക്കിപ്പോഴും മറ്റു പലതിൻ്റെയും മേൽ പോയി ആശ്രയിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. യഥാർത്ഥ സത്യദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? എത്രത്തോളം സങ്കടകരമാണ് ഈ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനിയെങ്കിലും കർത്താവിനെതിരെ മറുതലിപ്പ് മാറ്റി കർത്താവിനോട് ചേർന്നിരിക്കാൻ എത്ര പേർക്ക് സാധിക്കും? എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവെ, ഞാൻ ഇനിയും പോകത്തില്ല, ഇസ്രായേൽ ജനം പോയതുപോലെ ഞാൻ ഇനി പിറുവിറുക്കത്തില്ല. എനിക്ക് വെള്ളം കിട്ടാതെ വരുമ്പോഴോ, എനിക്ക് അപ്പം കിട്ടാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ മധുരമില്ലാത്തൊരു വെള്ളം അല്ലെങ്കിൽ കയ്പുള്ള ജലമാകുമ്പോഴോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴൊന്നും ഞാൻ ദൈവത്തെ മറുതലിക്കത്തില്ല. എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്നും അകന്ന് ഞാൻ ഒന്നിനെയും ഞാൻ ആശ്രയിക്കത്തില്ല. മറ്റൊന്നിനോടും ഞാൻ ഉടമ്പടി വെക്കത്തില്ല. യേശു എന്നോട് വെച്ച ഉടമ്പടിയാണ് പുതിയ നിയമ ഉടമ്പടി. ആ ഉടമ്പടിയെ അതിലംഘിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായ ഞാൻ പോകത്തില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് പ്രത്യാശയാകുന്ന ആത്മാവും ജീവനുമായ യേശുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതിൽ നിന്നും അകന്നു പോകുന്ന ഏതും, അത് എന്ത് തന്നെയാണെങ്കിലും, അതിന് ക്രിസ്തീയ മുഖംമൂടികൾ ഉണ്ടെങ്കിലും, ക്രിസ്തീയ പരിവേഷങ്ങളോ ഭക്ത അഭ്യാസ രീതികളോ ഉണ്ട് എങ്കിലും അതൊന്നും ക്രിസ്തുവിൻ്റേതല്ല എന്ന് തിരിച്ചറിയുവാൻ യേശു ഇതിലേക്കൊന്നും നമ്മളെ വിരൽ ചൂണ്ടിയിട്ടില്ല. യേശു ആകെ നമുക്ക് നൽകിയിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറ നമുക്ക് വേണ്ടി പിളർക്കപ്പെടും എന്നുള്ള ബോധ്യം, ക്രിസ്തുവാകുന്ന ശരീരം നമുക്ക് വേണ്ടി മന്നയായി പൊഴിക്കുമെന്ന ബോധ്യം, യേശു ക്രൂശ് നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് നിന്റെ കയ്പുള്ള ജീവിതത്തെ മധുരമാക്കുമെന്നുള്ള ബോധ്യം ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.